solution for theta equation. എല്ലാരും ഇക്വേഷൻ എഴുതിയോ? തീറ്റ ഇക്വേഷൻ ഒന്ന് പറഞ്ഞ എന്താ തീറ്റ ഇക്വേഷൻ എന്ന് പറയുന്നത്? 1/θ sin theta dou by 1/θ sin theta dou by dou theta sin theta dou by dou theta sin theta dou theta by dou theta plus beta sin square theta sin square theta equal to m square. അപ്പൊ ഇതാണ് നമ്മുടെ തീറ്റ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് കോൺസ്റ്റന്റുകൾ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇതായിരിക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ ചില കോൺസ്റ്റന്റുകൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. വി എക്സ്പ്രസ് തീറ്റ ആസ് പി ഓഫ് എക്സ്. എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ തീറ്റനെ എക്സ്പ്രസ് ചെയ്യുന്നത്. വി എക്സ്പ്രസ് തീറ്റ ആസ് ഫംഗ്ഷൻ ഓഫ് പി ഓഫ് എക്സ്. അതായത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തീറ്റനെ എക്സ്പ്രസ് ചെയ്യുന്നു. where x is the cos theta. where x is the cos theta. അപ്പൊ നമ്മൾ തീറ്റയ്ക്ക് കൊടുക്കുന്നത് എന്താണ്? പി ഓഫ് എക്സ് എന്നാണ് തീറ്റയ്ക്ക് കൊടുക്കുന്നത്. ആ എക്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല, കോസ് തീറ്റനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ തീറ്റയുടെ ടേംസ് മാത്രമല്ല, എന്ത് ടേംസും കൂടി ഉണ്ട്? ഡോ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ട്രിഗ്നോമെട്രിക്കൽ ഒരു ഇക്വേഷൻ അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ ഈ ഇക്വേഷൻ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് തീറ്റ എക്സ് ആണ്. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. ഇനി ഇതിൽ നിന്ന് സൈൻ തീറ്റയ്ക്കുള്ള എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് എന്താണ് സൈൻ തീറ്റ? കാരണം നമ്മുടെ ഇക്വേഷനിൽ സൈൻ തീറ്റ വരുന്നുണ്ട് അല്ലെ? അപ്പൊ സൈൻ തീറ്റയുടെ എക്സ്പ്രഷൻ നമുക്ക് അറിയണം. എന്താണ് സൈൻ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും എന്താണെന്ന് ഇത് കണ്ടുപിടിക്കാം. എന്തായിരിക്കും സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയോ? സൈൻ തീറ്റ കണ്ടുപിടിച്ചത് ക്ലിയർ ആയി മിസ്. ഇനി ഡോ ബൈ ഡോ തീറ്റ എന്താന്ന് അറിയണം. എന്താ ഡോ ബൈ ഡോ തീറ്റ വരാ? ഡോ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ എക്സ് ബൈ ഡോ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. നമ്മൾ പോളാർ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്. അതായത് എക്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയോട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ നോക്കിയേ ഡോ ബൈ എക്സും ഞാൻ സെയിം കണ്ട ഡോ ബൈ ഡോ തീറ്റ. കൺസെപ്റ്റ് അതല്ല കേട്ടോ. എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനെയാണ് നമ്മൾ ഡോ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എക്സിന്റെ പൊസിഷനിൽ കോസ് തീറ്റ എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? കോസ് തീറ്റ ബൈ ഡോ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ? കോസ് തീറ്റയുടെ ഡിഫറൻഷ്യല്? മൈനസ് സൈൻ തീറ്റ. മൈനസ് സൈൻ തീറ്റ ബാക്കി ഡോ ബൈ ഡോ എക്സ്.
ഇനി സൈൻ തീറ്റ എന്താന്ന് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ സൈൻ തീറ്റ എന്ന് പറയുന്നത്? √1 - അല്ലേ? അപ്പൊ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് √1 - x², ∂/∂x. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമുക്ക് ഈ തീറ്റ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാനിവിടെ എഴുതാം. തീറ്റയ്ക്ക് p(x) എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. sin² തീറ്റയ്ക്ക് 1 - x². സൈൻ തീറ്റയ്ക്ക് √1 - x². ∂/∂തീറ്റയ്ക്ക് -√1 - x², ∂/∂x. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ തീറ്റ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ തീറ്റ ഇക്വേഷൻ. ഇതെല്ലാം നമ്മൾ തീറ്റ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് എക്സിന്റെ ടേമിക്ക് ആക്കിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ തീറ്റ ഇക്വേഷൻ. എന്ത് വരും? ആദ്യത്തെ ടേം എന്താ? 1/θ അല്ലെ? തീറ്റയ്ക്ക് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് തീറ്റയ്ക്ക്? p(x). അടുത്തത് സൈൻ തീറ്റ എന്താ? √1 - x². √1 - x². ഇൻറ്റു ∂/∂തീറ്റയ്ക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? -√1 - x², ∂/∂x. ഇനി വീണ്ടും സൈൻ തീറ്റ. അപ്പൊ √1 - x². ഇനി ∂/∂തീറ്റ, ഈ ടേം ∂/∂തീറ്റ. അപ്പൊ അതിന് വീണ്ടും -√1 - x², ∂/∂x. ഇവിടെ ഒരു തീറ്റ ഉണ്ട്, വലിയ തീറ്റ. അതിനെന്താ കൊടുക്കേണ്ടത്? p(x). അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് ബീറ്റ sin² തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 - x², which is equal to m². നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ m²നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. On rearranging this equation, we get 1/p(x) √ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യും കൂടി ചെയ്യാം കേട്ടോ ഒപ്പം. അതായത് ഇവിടെ √1 - x² ഇൻറ്റു √1 - x². അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? -1 - x². √x ഇൻറ്റു √x എന്ന് പറയുമ്പോൾ x അല്ലേ? അതേപോലെ √1 - x² ഇൻറ്റു √1 - x² എന്ന് പറയുമ്പോൾ -1 - x². ഇനി ∂/∂x ഇവിടെ വീണ്ടും ഒരു മൈനസ് സൈൻ ഉണ്ട്. √1 - x² ഉണ്ട്, 1 - x². അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 1 - x², ∂px/∂x പ്ലസ് ബീറ്റ 1 - x². ഇത് നിങ്ങൾ കൊണ്ടുവരാം. -m² = 0. ഇനി നോക്കിക്കേ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ്. ഇപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/p(x), 1 - x², ∂/∂x, 1 - x², ∂px/∂x പ്ലസ് ബീറ്റ ഇൻറ്റു 1 - x²,
minus m square equal to 0. ഇതുവരെ ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇനി മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ p of x. p of x കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ അടിയിൽ p of x ഉണ്ട് അല്ലേ? അപ്പൊ p of x ഉം p of x ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് കിട്ടും? 1 minus x square ഡോ ബൈ ഡോ x 1 minus x square ഡോ px by ഡോ x പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റ p of x 1 minus x square മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m square p of x equal to 0. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 മൈനസ് പി എക്സ് സ്ക്വയർ ഈ ടേം ഇല്ലേ, അവിടെ നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടണേന്ന് നോക്കാം. ഞാൻ ചെയ്യാം, പക്ഷെ നിങ്ങൾ തന്നെ ചെയ്യാം കേട്ടോ. ഡിവൈഡ് ഈ ഒരു ടേം സെപ്പറേറ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ പി എക്സ് ബൈ ഡോ എക്സ്. അതായത് ഇത് ഫസ്റ്റ് ടേം 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ഡോ പി എക്സ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം. അപ്പൊ എക്സിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഫംഗ്ഷൻ വരുമോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. തന്നെ ചെയ്ത് നോക്കാം. കിട്ടിയ എല്ലാവർക്കും? അതായത് പ്രോഡക്റ്റ് റൂളിൽ എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഇവിടെ ഡോ പി ബൈ ഡോ എക്സ് ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ പറയുമ്പോൾ ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1ന്റെ 0 ആയി മൈനസ് എക്സ് സ്ക്വയറിന്റെ വരുമ്പോൾ മൈനസ് അവിടെ ഇട്ടു. എക്സ് സ്ക്വയറിന്റെ നമുക്കറിയാം ഡിഫറൻഷ്യൽ എന്താ 2x. ഇനി നമ്മൾ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്തൊക്കെ ഈ സംഭവം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം.
എഴുതിയ എല്ലാവരും? Yes, miss. Divide this equation throughout by 1 minus x square. ഈ ഇക്വേഷനെ 1 minus x square വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്തുണ്ടാവുക? ആദ്യത്തെ ടേമിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ 1 minus x square ഓൾറെഡി ഉണ്ട് അല്ലേ? അപ്പൊ ആ 1 minus x square 1 minus x square ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ടേം ഏത്? ഇവിടെ എന്താ ഉള്ളത്? 1 minus x square ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ മൈനസ് 2x ഞാൻ അങ്ങോട്ട് എഴുതുന്നുണ്ട്. മൈനസ് 2x ഡോ പി ബൈ ഡോ എക്സ്. ഇനി അടുത്ത ടേം പ്ലസ് ബീറ്റ പി. ഇത് നോക്കിയേ, 1 minus x square ഉണ്ട്. നമ്മൾ 1 minus x square ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് എം സ്ക്വയർ പി ഓഫ് എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 1 minus x square is equal to 0. ക്ലിയർ ആയില്ലേ? Clear ആയി. ഇനി ഈ അവസാനത്തെ രണ്ട് ടേമിൽ പി ഓഫ് എക്സ് കോമൺ അല്ലേ? അപ്പൊ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 1 minus x square ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് 2x ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ബീറ്റ മൈനസ് എം സ്ക്വയർ ബൈ 1 minus x square p of x equal to 0. ഈ ഇക്വേഷൻ എത്രയാണ് നമ്പർ കൊടുക്കാളൊന്ന് നോക്കിക്കേ നിങ്ങള്. ഇക്വേഷൻ നമ്പർ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഇക്വേഷൻ നമ്പർ എത്രയാ? 3 ആയിരുന്നു ലാസ്റ്റ് കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പൊ 4 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയില്ലേ? അതെ, ഡോ സ്ക്വയറിലാണ് തുടങ്ങുന്നത്. അതായത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറ്? ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷനും. ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചത് ഓർക്കുന്നില്ല എല്ലാവരും? അവിടെ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി, അതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ അതിന്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും നമ്മുടെ വേവ് ഫംഗ്ഷന്റെ, നമുക്ക് അതായത് നമ്മുടെ ഇക്വേഷന്റെയും സൊല്യൂഷൻ ആയിട്ട് വരാം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ comparing this equation with a standard equation, comparing this equation with a standard equation, standard equation ആണ് ഞാൻ എഴുതുന്നത്. Comparing this with a standard equation, 1 minus x square z double dash minus 2x z dash plus L into L plus 1 minus m square by 1 minus x square z equal to 0. Equation number 5. ഇതാണ് ഈ ഇക്വേഷനുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും നമ്മുടെ ഈ ഫോർത്ത് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Then this equation is known as, ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് associated Legendre equation. Associated Legendre equation.
associated Legendre equation. The solution of this equation is known as associated Legendre polynomial. ഈ ഇക്വേഷനെ പറയുന്ന ഫിഫ്ത്ത് ഇക്വേഷനെ പറയുന്ന പേരാണ് അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷൻ എന്ന്. ഈ അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. ഇനി എന്താണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ? അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതായത് ഈ ഫിഫ്ത്ത് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. PLM of x is equal to 1 minus x square raised to modulus m by 2 dm by dx raised to m PL of x. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം ഇതിന്റെ സൊല്യൂഷൻ കേട്ടോ. 1 minus x square raised to m by 2 dm by dx raised to m PLX. ഇതാണ് അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. ആ അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ തന്നെയാണ് നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഈ ഫോർത്ത് ഇക്വേഷൻ കിട്ടി, അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. ഇതാണ് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ റെഡിൽ കൊടുത്തിരിക്കുന്നത്. ആ ഇക്വേഷനെ പറയുന്ന പേരാണ് അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷൻ. അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. ഇതാണ് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയായിരിക്കും നമ്മുടെ തീറ്റ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ക്ലിയർ ആണ് ഇവിടെ വരെ പറഞ്ഞത്? L and M are quantum numbers. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറും എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും ആണ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാ ക്വാണ്ടം നമ്പേഴ്സ്? N, L, M, S അല്ലെ? അതായത് N എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, M എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, S എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിലെ അസിമുത്തലും മാഗ്നറ്റിക്കുമാണ് ഈ എല്ലും എമ്മും റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിക്കേ, 1 മൈനസ് എക്സ് സ്ക്വയർ ഒന്നും കുഴപ്പമില്ല, എം എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഇവിടെ വീണ്ടും ഒരു ടേം വന്നിട്ടുണ്ട്. എന്താ? PLX എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. കണ്ടോ? ഇതേ PLX എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. അപ്പൊ ആ ടേം എന്താന്ന് നമുക്ക് അറിയണം. അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണെന്ന് കിട്ടുള്ളൂ. Where PLX is known as Legendre polynomial. PLX എന്ന് പറയുന്നത് എന്താണ്? Legendre പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PLX എന്ന് പറയുന്നത്. Legendre പോളിനോമിയൽ. Legendre polynomial. PLX is the Legendre polynomial. അത് അസോസിയേറ്റഡ് ഒഴികെ ബാക്കിയുള്ള ഭാഗ്യം ഇതത്രേ ഉള്ളൂ കേട്ടോ. Legendre പോളി. അപ്പൊ എന്തായിരിക്കും Legendre polynomial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൊല്യൂഷൻ ഓഫ് Legendre equation is known as Legendre polynomial. Solution of Legendre equation is known as Legendre polynomial. Legendre equationന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് എന്ത്? Legendre polynomial എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് Legendre equation എന്താണെന്ന് അറിയാം. Legendre equation എന്ന് പറയുന്നത് 1 minus x square z double dash minus 2x z dash minus plus
L into L plus 1 Z equal to 0. അതായത് ഇതിൽ ഈ ഒരു ടേം ഇല്ലാതെ, അതായത് നമ്മുടെ അസോസിയേറ്റഡ് ലെജൻഡർ ഇക്വേഷനിലെ ഈ ഒരു ടേം ഇല്ലാതെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെജൻഡർ ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 minus x square z double dash minus 2x z dash plus L into L plus 1 into z equal to 0. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ലെജൻഡർ ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെജൻഡർ പോളിനോമിയൽ. അതാണ് നമ്മൾ PLX എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ PLX എഴുതിയേ, PLX എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1/2 raised to L L factorial d raised to L by dx raised to L x square minus 1 raised to L. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെജൻഡർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ നമ്മുടെ തീറ്റ ഇക്വേഷന്റെ ഫോർത്ത് ഇക്വേഷൻ കിട്ടി, അതിൽ നിന്ന് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. കാരണം ആ ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് ആ ടേമിന് സെഡ് ഡാഷ് അങ്ങനെ കൊടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ബീറ്റ എന്ന് പറയുന്നത് L into L plus 1 കൊടുക്കാം. നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? ലെജൻഡർ പോളിനോമിയലും അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലും എന്താണെന്ന് നമുക്ക് അറിയണം. കാരണം 1 വെയിറ്റേജിന്റെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കും എന്താണ് ലെജൻഡർ പോളിനോമിയൽ അല്ലെങ്കിൽ എന്താണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ. അപ്പൊ നമുക്ക് ഇത് അറിഞ്ഞാൽ മാത്രമാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ ആണ് നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ. അതിൽ PLX എന്ന് പറഞ്ഞ ഒരു ടേം വന്നു. അതുകൊണ്ടാണ് നമ്മൾ ലെജൻഡർ പോളിനോമിയൽ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോയത്. ഇവിടെ വരെ ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. അപ്പൊ നമുക്ക് ഇപ്പൊ സൊല്യൂഷൻ കിട്ടിയത് എന്താണ്? PLMX. അതിനെയാണ് നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് അല്ലെ? അതായത് ഇതായിരുന്നു നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ, തീറ്റ ഇക്വേഷൻ. അതിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ സൊല്യൂഷനെയാണ് നമ്മൾ നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. അതെന്താണ്? PLMX ആണ്. അപ്പൊ സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ ഫോർ തീറ്റ ഇക്വേഷൻ ഈസ്, solution for theta equation is എന്താ? PLMX. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? നോർമലൈസ്ഡ് ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നോർമലൈസ്ഡ് കാണിക്കാൻ വേണ്ടി N PLMX എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട് എന്താ? കോസ് തീറ്റ. N PLM കോസ് തീറ്റ. N PLM cos theta. ഇനി ഈ ഇക്വേഷൻ, അതായത് ഈ PLM cos theta എന്താന്ന് നമ്മളിപ്പോ നേരത്തെ കണ്ടു. അതൊരു വലിയൊരു ഇക്വേഷൻ ആണ് അല്ലെ? അതായത് എന്താ PLMX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയതാണ്. എന്താ? 1 minus x square raised to modulus m/2 d raised to m by dx raised to m PLX. പിന്നെ നമ്മൾ PLX ന് കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ PLMX എന്ന് പറയുന്നത്. ഇനി ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? നോർമലൈസേഷൻ ചെയ്യും. നോർമലൈസേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാ? ഇന്റഗ്രൽ psi star psi dx വെച്ചിട്ടാണ് നമ്മൾ ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല. കാരണം ഇത്രയും വലിയൊരു ഇക്വേഷൻ ആണ്, അതിൽ PLX നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് അതിന് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്താന്ന് പഠിച്ചാൽ മതി. അതായത് വേർ n equal to 2l plus 1 by 2 L minus m by modulus L plus m raised to 1 by 2 where n equal to, സാധാരണ നിങ്ങൾ ഓർക്കുന്നുണ്ട് വിചാരിക്കുകയാണ്, നമ്മുടെ 1D ബോക്സും ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒക്കെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്, അതേപോലെ തന്നെ ഈ പാർട്ടിക്കിൾ ഓൺ റിംഗിലും നമ്മൾ 1/√2π എന്ന് കണ്ടുപിടിച്ചു എയുടെ വാല്യൂ. അത് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ ഈ psi star psi എന്ന് പറഞ്ഞാൽ ഇത് 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്ത്
അതിന്റെ ഇന്റഗ്രൽ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇതേ പഠിക്കേണ്ടു. ആ നോർമലൈസേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണെന്ന് പഠിച്ചു വെക്കാം. 2l + 1/2 l - m/l + m raised to 1/2. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആയി മിസ്. ഇനി ഞാൻ നിങ്ങളെ ആദ്യം തൊട്ട് പഠിപ്പിച്ചിരുന്നു 2 വേവ് ഫംഗ്ഷൻ ഉണ്ട്. ψ1 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനും ψ2 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? ψ1 × ψ2. ψ1 × ψ2. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താ? പാർട്ടിക്കിൾ ആണ്, സ്പിയർ ആണ് അല്ലെ. അതിൽ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. തീറ്റ ഇക്വേഷനും കിട്ടി, ഫൈ ഇക്വേഷനും കിട്ടി. അതിൽ തീറ്റ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ NPLM cos θ എന്ന് പറയുന്നത്. ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താ? ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ തീറ്റ ആണ്. ഇത് എന്താ ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ? നമ്മൾ പഠിച്ചതാണല്ലോ. എന്താ ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ? പാർട്ടിക്കിൾ ഓൺ റിംഗിലെ a ഇന്റെ അത് നമുക്ക് എയുടെ വാല്യൂ കൊടുക്കാം. 1/√2π × e⁻im⁵. അപ്പൊ തീറ്റ ഇക്വേഷൻ, തീറ്റയുടെ സൊല്യൂഷനും കിട്ടി, ഫൈയുടെ സൊല്യൂഷനും കിട്ടി. അപ്പൊ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 സൊല്യൂഷനും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുക. അപ്പൊ ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു തീറ്റ ഓഫ് തീറ്റ, അതേപോലെ ഫൈ ഓഫ് ഫൈനെ വേറൊരു ടേമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്നു YLM θ φ. ഇന്നലെ നമ്മൾ ഡെറിവേഷൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ YLM θ φ YLM θ φ എന്ത് ചെയ്യാം? രണ്ടിന്റെയും പ്രോഡക്റ്റ്. തീറ്റ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? NPLM cos θ ഇൻറ്റു എന്താ ഫൈ ഇക്വേഷൻ? 1/√2π e⁻im⁵. പിന്നെ വേറെ n = എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എഴുതാം. ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ ഓൺ തീറ്റ ഫൈ, പാർട്ടിക്കിൾ ഓൺ സ്പിയർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ റിച്ച് റൊട്ടേറ്ററിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? മിസ് ഈ YLM θ φ എവിടുന്നാ വന്നത്? അതായത് ഇന്നലെ നമ്മള് സൈൻ എന്താക്കി എഴുതി? തീറ്റയുടെയും ഫൈയുടെയും ഫംഗ്ഷൻ ആക്കി എഴുതിയില്ലേ? അപ്പൊ അതിനെ നമുക്ക് ജനറലി ഇങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു. YLM θ ഓഫ് ഫൈ, അതായത് തീറ്റയുടെയും ഫൈയുടെ ഒരു ഫംഗ്ഷൻ ആണ് y എന്ന്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇന്നലെ നമ്മൾ ആ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തീറ്റനെയും ഫൈനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സൈ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് തീറ്റ ആൻഡ് ഫൈ എന്ന് നമ്മൾ എഴുതി. y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, തീറ്റയുടെയും ഫൈയുടെയും ഫംഗ്ഷൻ ആണ്, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മുടെ സമയം തീരുവേ. നമുക്കൊന്ന് എൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ.